തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 36 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. യേശു അവരോടൊത്ത് ഗെത്സമനിലെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങളിവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ ഇരുപുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി. നമുക്കറിയാം, ഗെത്സമനിൽ വെച്ചുള്ള യേശുവിൻ്റെ പ്രാർത്ഥന തൻ്റെ ശിഷ്യന്മാരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്ന ആ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോടുള്ള ആ ഒരു വലിയ ബന്ധത്തിൻ്റെ, പ്രത്യേകിച്ച് മരണവേദന അനുഭവിക്കുന്ന യേശു ജെറുസലേമിലേക്കുള്ള യാത്രയും പീഡാസഹനവും കുരിശുമരണവും തൻ്റെ മുൻപിൽ കാണുന്ന ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് അവരോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. രക്തം വിയർത്ത് തൻ്റെ സഹനങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ച് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുമ്പോൾ ഈശോ കാണുന്നത് ശിഷ്യന്മാർ കിടന്നുറങ്ങുന്നതാണ്. ഈശോ അവരോട് പറയുന്ന വചനം ഇന്നും നമ്മുടെ നെഞ്ചിൽ പതിയുന്ന വചനമാണ്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഈശോ തൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങുകയാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ചോദ്യം ഇന്ന് നമ്മോട് ഓരോരുത്തരോടുമാണ്. നീ ഉറങ്ങുന്നുവോ എന്ന ചോദ്യം. നീ ഉറങ്ങേണ്ടവനല്ല, ഉണർന്നിരിക്കേണ്ടവനാണ്. ഉണർന്നിരിക്കുക എന്നാൽ തീഷ്ണതയുണ്ടാകുക എന്നാണ് അർത്ഥം. അതാണല്ലോ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത്, ചൂടോ തണുപ്പോ ഇല്ലാത്ത ക്രിസ്ത്യാനികളെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും എന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ നിസ്സംഗതയുള്ള ക്രിസ്ത്യാനികളെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, തീഷ്ണതയുള്ള വൈബ്രൻ്റായ ക്രിസ്ത്യാനികളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്, സഭ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു കേട്ട ഒരു സൂഫി കഥയാണ്. ഒരു പഴക്കച്ചവടക്കാരനും പഴക്കച്ചവടക്കാരൻ്റെ ദാസനായ ഒരു കുറുക്കൻ്റെയും കഥ. പഴക്കച്ചവടക്കാരൻ ഇടയ്ക്ക് തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തൻ്റെ ആശ്രിതനായ കുറുക്കനോട് പറയും, നീ കണ്ണിൽ എണ്ണയൊഴിച്ച് ഈ പഴക്കടയ്ക്ക് നീ കാവലിരിക്കണം. ആരെങ്കിലും പഴങ്ങൾ മോഷ്ടിക്കാൻ വരികയാണെങ്കിൽ നീ ഉച്ചത്തിൽ ബഹളം വയ്ക്കണം. കുറുക്കൻ അത് സമ്മതിച്ചു. ഈ പഴക്കച്ചവടക്കാരൻ യജമാനൻ വീട്ടിലേക്ക് പോകും. ഒരു ദിവസം ഈ പഴക്കച്ചവടക്കാരൻ കുറുക്കനോടിത് പറയുന്നത് സൂഫി കഥയിലെ വളരെ പ്രശസ്തനായ മുല്ല നസ്രുദ്ദീൻ ഇത് കേൾക്കുകയാണ്.
മുല്ല നാസറുദ്ദീൻ തന്നോട് തന്നെ പറഞ്ഞു, ഇതൊന്ന് പരീക്ഷിക്കണം. ഈ കുറുക്കൻ അതീവ ശ്രദ്ധയോടുകൂടി കാവലിരിക്കുന്നുണ്ടോ? അതിസാമർഥ്യക്കാരനായ മുല്ല നാസറുദ്ദീൻ പഴക്കച്ചവടക്കാരൻ വീട്ടിലേക്ക് പോയപ്പോൾ ഒരു കസേരയുമായി വന്ന് പഴക്കടയുടെ മുൻപിലിരുന്ന് ഉറങ്ങുന്നതായിട്ട് നടിച്ചു. കുറുക്കൻ ഈ മുല്ല വരുന്നത് കണ്ടു. ഒച്ചയുണ്ടാക്കണമോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ ഇദ്ദേഹം ശല്യപ്പെടുത്താതെ കടയുടെ മുൻപിലിരുന്ന് ഉറങ്ങുകയാണല്ലോ എന്ന് കരുതി ബഹളം വെച്ചില്ല. ഒരാളുടെ നാട്യം മറ്റുള്ളവരിലേക്കും പരക്കുമെന്നത് ഒരു സൂഫി തന്ത്രമാണ്. ഇവിടെ മുല്ല നാസറുദ്ദീൻ ആ കടയുടെ മുൻപിലിരുന്ന് ഉറക്കം നടിക്കുകയാണ്. ആദ്യം കുറച്ച് കൺഫ്യൂഷൻ, ഒച്ച ഉണ്ടാക്കണമോ യജമാനനെ വിളിച്ചു വരുത്തണമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന കുറുക്കനും ഈ മുല്ല ഉറങ്ങുന്നത് ശ്രദ്ധിച്ച് അവസാനം കുറുക്കനും ഉറങ്ങിപ്പോയി. ഈ തക്കം നോക്കി മുല്ല നാസറുദ്ദീൻ അകത്ത് കടന്ന് പഴങ്ങളുമായി അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പോയി. യജമാനൻ മടങ്ങി വന്നപ്പോൾ കുറുക്കനിരുന്ന് ഉറങ്ങുന്നതാണ് കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഇങ്ങനെ മുല്ല നാസറുദ്ദീൻ വന്നു, അദ്ദേഹം അകത്തേക്ക് കയറുന്നത് ഞാൻ കണ്ടില്ല, അദ്ദേഹം കടയുടെ മുൻപിലിരുന്ന് ഉറക്കം നടിച്ചു, ഞാനും അറിയാതെ ഉറങ്ങിപ്പോയി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ ലളിതമായ ഒരു കഥയാണെങ്കിലും ഇന്ന് പലരുടെയും ജീവിതങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസത്തിനെതിരെ, പ്രാർത്ഥനയ്ക്കെതിരെ, സഭയുടെ ശുശ്രൂഷകൾക്കെതിരെയുള്ള പല വിമർശനങ്ങളും, സഭയെ തകർക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങളിലും ആ സ്വാധീന വലയങ്ങളിലൊക്കെ പലപ്പോഴും നാമും അറിയാതെ വീണുപോകാറുണ്ട്. ബോധപൂർവമായ കുതന്ത്രങ്ങളിൽ മുല്ല നാസറുദ്ദീൻ ബോധപൂർവം അവിടെ ഒരു കെണി ഒരുക്കുകയായിരുന്നു. നമ്മളിൽ പലരും ഇത്തരത്തിലുള്ള കെണികളിൽ, ബോധപൂർവം ഒരുക്കുന്ന കുതന്ത്രങ്ങളിൽ നാമും പലപ്പോഴും വീണു പോകാറുണ്ട്. ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ വളരെ എളുപ്പം സാധിക്കും. പ്രത്യേകിച്ച് പാപത്തിൽ വീണിരിക്കുന്നവൻ, തിന്മയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നവൻ, അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാനായിട്ട് അവന് സാധിക്കില്ല. അവന് തന്നെ കുറ്റബോധമാണ്. അപ്പം അതുകൊണ്ട് അവൻ എളുപ്പം സാത്താൻ്റെ കുതന്ത്രങ്ങളിൽ പെടും. അവൻ വേഗം പറഞ്ഞ് അവനോട് തന്നെ പഠിപ്പിക്കും, ദൈവമില്ല, പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? സഭയുടെ കുറവുകളെല്ലാം അമിതമായിട്ട് പറഞ്ഞു പരത്തി സഭയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന പല കുതന്ത്രങ്ങളിലും നാമും അറിയാതെ പെട്ടുപോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ കാര്യത്തിൽ ചില ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. അതിന് ത്യാഗം ചെയ്യാനായിട്ട് അവർക്ക് സമയം അവർ കണ്ടെത്തില്ല. അപ്പോഴുള്ള എളുപ്പമാർഗമാണ് പ്രാർത്ഥിക്കുന്നവരെ വിമർശിക്കുക, പ്രാർത്ഥനയെ കുറ്റപ്പെടുത്തുക, പ്രാർത്ഥിച്ചതുകൊണ്ട് ഒന്നുമില്ല എന്ന് പഠിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഗുരു ഉറങ്ങാതിരിക്കുക എന്ന് പഠിപ്പിച്ചത് വെറുതെ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയല്ല. ഗുരു ഉദ്ദേശിച്ചത് ഈ ലോകത്തിൽ തിന്മകളെ ഇല്ലാതാക്കാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനാണ്.
തീഷ്ണതയോടെയുള്ള പ്രാർത്ഥനയ്ക്ക് പഴയ നിയമത്തിൽ വളരെ നല്ലൊരു ഉദാഹരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത് മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാണ്. ഒരു പക്ഷേ മരുഭൂമി അനുഭവം നമ്മൾക്ക് പലർക്കും ഉണ്ടാവിട്ടില്ല. യഥാർത്ഥത്തിലുള്ള മരുഭൂമിയൊക്കെ നാം സിനിമകളിലോ പടങ്ങളിലൊക്കെ മാത്രം കണ്ടിട്ടുണ്ടാകും. കുറച്ച് നാളുകൾക്ക് മുൻപ് ഏഷ്യൻ കരിസ്മാറ്റിക് സംഗമത്തിൽ പങ്കെടുക്കുവാൻ ഗൾഫ് രാജ്യത്തിലേക്ക് പോയപ്പോൾ ഒരു അക്രൈസ്തവ സഹോദരനാണ് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നത്. ഞാൻ ഒരു ദിവസം നേരത്തെ ചെന്നതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛനെ ഞാൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. അപ്പോൾ ഞാൻ സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ എന്നെയും കൂട്ടിക്കൊണ്ട് മരുഭൂമിയിലേക്ക് പോയി. നമുക്കറിയാം, ദുബായിലെ മരുഭൂമി വളരെ ഒരു ചെറിയ മരുഭൂമിയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിലൂടെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയുടെ അനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കാനിട വന്നത്. കണ്ണെത്താത്ത ദൂരത്തോളം മണലാരണ്യം, ശക്തമായ സൂര്യൻ, അങ്ങ് ദൂരെ പോലും ഒരു തുള്ളി വെള്ളം പോലും കാണില്ല. എല്ലാറ്റിനേക്കാൾ ഉപരി അവിടെയുള്ള നിശബ്ദത, ഏകാന്തത. എന്നെ കൂടെ കൊണ്ടുപോയ അക്രൈസ്തവ സഹോദരൻ എന്നോട് പറഞ്ഞു, ഈ മരുഭൂമി എന്ന് പറയുന്നത് ഒരുപാട് കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഈ ഒരു അനുഭവം എനിക്ക് ലഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനം 40 വർഷങ്ങൾ മരുഭൂമിയിലൂടെയുള്ള അവരുടെ യാത്രയെക്കുറിച്ച് ധ്യാനിക്കാൻ ഇടവന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ കണ്ണെത്താത്ത ദൂരത്തുള്ള മണലാരണ്യത്തിലൂടെ നടക്കുന്ന ഇസ്രായേൽ ജനത്തെ കാണുകയാണ്. അവിടെ ഈ അധ്യായത്തിൽ 3 ദിവസങ്ങളായി ഒരു തുള്ളി വെള്ളം പോലും ഇസ്രായേൽക്കാർക്ക് ലഭിച്ചിട്ടില്ല. കൊടും ചൂട്, നാവിൻ്റെ തുമ്പത്ത് വയ്ക്കാൻ പോലും അല്പം പോലും വെള്ളമില്ലാതെ അവരാകെ അസ്വസ്ഥരായി. അവർ പിറുപിറുക്കാൻ തുടങ്ങി. തങ്ങളെ നയിക്കുന്ന മോശയെ അവർ ശപിക്കാൻ തുടങ്ങി. ഈ ഒരു അവസ്ഥയിലാണ് അവർ ഷൂർ മരുഭൂമിയിലൂടെ കടന്നു പോകുന്നത്. അവിടെ മാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ എത്തിച്ചേരുകയാണ്. അവിടെ എത്തിച്ചേർന്നപ്പോഴാണ് പെട്ടെന്ന് അവരുടെ മുൻപിൽ ഒരു തടാകം കാണപ്പെട്ടു. മരുഭൂമിക്കുള്ളിലെ തടാകം. 3 ദിവസമായി അല്പം പോലും വെള്ളം കിട്ടാത്തവർ ആർത്തിയോടെ ആ തടാകക്കരയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അവിടെ ചെന്ന് ആർത്തിയോടെ ആ വെള്ളം കോരി കുടിച്ചു. പക്ഷേ ആ വെള്ളം അവർക്ക് കുടിക്കാനായിട്ട് സാധിച്ചില്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ വെള്ളം മലിനമായിരുന്നു. 2, ആ വെള്ളം കയ്പ് നിറഞ്ഞതായിരുന്നു. അവർക്കുണ്ടായ മോഹഭംഗത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവർക്കുണ്ടായ നിരാശയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച്. 3 ദിവസമായിട്ട് ചുണ്ട് നനയാൻ പോലും വെള്ളം കിട്ടാത്തവർ, തങ്ങളുടെ മുൻപിൽ ധാരാളം വെള്ളമുണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. എനിക്കറിയാവുന്ന ഒരു വലിയ കാശുകാരനുണ്ട്. അദ്ദേഹം വലിയൊരു ധനവാനാണ്.
പക്ഷേ പാവങ്ങൾക്ക് അദ്ദേഹം ഒന്നും കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പാവങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹം പങ്കുവയ്ക്കാറില്ല. അദ്ദേഹത്തിന് ഭാര്യയില്ല, അദ്ദേഹത്തിന് മക്കളില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരിക്കലും ഭക്ഷണം കഴിക്കാനായിട്ട് എനിക്ക് ഇടവന്നു. എനിക്ക് വളരെയധികം വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം തന്നെ അദ്ദേഹം ഒരുക്കി. എന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാനും ഇരുന്നിട്ട് പുഴുങ്ങിയ മത്തങ്ങ, പുഴുങ്ങിയ കുറച്ച് പഴവർഗ്ഗം, പുഴുങ്ങിയ കുറച്ച് പച്ചക്കറികൾ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, നിങ്ങളെന്താണ് ഇത്ര വിഭവസമൃദ്ധമായ ഇതിൽ നിന്ന് നിങ്ങളെന്താണ് കഴിക്കാത്തത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അച്ഛാ, അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. എനിക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ധാരാളം സ്വത്തും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇത് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതേപോലൊരു അവസ്ഥയാണ് ഇസ്രായേൽക്കാരും. അവർ ആ ഷൂർ മരുഭൂമിയിൽ മാറ എന്ന സ്ഥലത്ത് അവർ വെള്ളം കണ്ടെത്തി. പക്ഷെ അത് കുടിക്കാനായിട്ട് പറ്റുന്നില്ല. മലിനമായ ജലം, കയ്പ് നിറഞ്ഞ ജലം. ഇത് നമ്മുടെ ജീവിതത്തിലും പലരുടെ അനുഭവമാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒന്ന് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ, കയ്പ് നിറഞ്ഞ കുടുംബജീവിതങ്ങൾ, ആഗ്രഹിച്ച് കിട്ടിയ ജോലിയിൽ സന്തോഷമില്ലാത്ത അവസ്ഥകൾ, പണം ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, സ്ഥലം ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇസ്രായേൽ ജനം മോശയുടെ നേരെ തിരിഞ്ഞപ്പോൾ മോശ തീഷ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയം തേടുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയുടെ ജീവിതത്തിൽ പല മേഖലകൾ നാം കാണുന്നുണ്ട്. പല വെല്ലുവിളികൾ മോശ നേരിട്ടിട്ടുണ്ട്. ഏറ്റവും തീഷ്ണമായ പ്രാർത്ഥിക്കുന്ന മേഖലകളിൽ ഒന്നാണ് ഷൂർ മരുഭൂമിയിലെ മാറ എന്ന സ്ഥലത്ത് മലിനമാക്കപ്പെട്ട വെള്ളത്തിൻ്റെയും കയ്പ് നിറഞ്ഞ വെള്ളത്തിൻ്റെയും മുൻപിൽ. പ്രിയപ്പെട്ടവരെ, അവിടെ വലിയൊരു അത്ഭുതം നടക്കുകയാണ്. അത്ഭുതം നടക്കുന്നത് നമുക്കറിയാമല്ലോ. ഭാരതം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഇന്ന് ആയുർവേദത്തിൻ്റെ മരുന്നുകളുടെ കാര്യത്തിലാണ്. സത്യത്തിൽ ഞാൻ ആ ഷൂർ മരുഭൂമിയിലെ ആ ഒരു സംഭവങ്ങൾ ധ്യാനിച്ചപ്പോൾ ഒരുപക്ഷെ ആദ്യത്തെ ആയുർവേദ ഒരു ചികിത്സ, ഒരു അത്ഭുതം നടന്നത് ആ ഷൂർ മരുഭൂമിയിലെ മാറ അനുഭവത്തിലാണ്. അവിടെ ദൈവം മോശയോട് ആവശ്യപ്പെടുന്നത് അവിടെ വളരുന്ന ഒരു ചെടിയുടെ വേരെടുത്ത് വെള്ളത്തിലേക്ക് ഇടുവാനാണ്. ഒരു തരം ആയുർവേദ ട്രീറ്റ്മെൻറ്റ്. ആ തടിക്കഷ്ണം ആ വെള്ളത്തിലേക്ക് വീണതും മലിനമാക്കപ്പെട്ട ആ ജലം, കയ്പ് നിറഞ്ഞ ആ ജലം മധുരമുള്ളതായിട്ട് മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ആ കുരിശ് ഇവിടെ ധ്യാനിക്കുന്നതിന് ഒരു കാരണമാകും. തടിയാൽ നിർമ്മിക്കപ്പെട്ട കുരിശ് അവഹേളനയുടെയും അപമാനത്തിൻ്റെയും പ്രതീകമായ കുരിശ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മലിനമാക്കപ്പെട്ട, അശുദ്ധമാക്കപ്പെട്ട, കയ്പ് നിറഞ്ഞ അവൻ്റെ ജീവിതം
മധുരമുള്ളതായിട്ട് മാറും, വിശുദ്ധിയുള്ളതായിട്ട് മാറും. അപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ നാം വായിച്ചു കേൾക്കുന്ന മാറാ അനുഭവം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയിൽ നമുക്ക് വേണ്ടി കുരിശുമരം അവിടെ ഉയർത്തപ്പെട്ടപ്പോൾ മനുഷ്യജീവിതത്തിലെ മലിനമായതെല്ലാം വേർതിരിക്കപ്പെടുകയും ശുദ്ധിയുള്ളതാക്കപ്പെടുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ചത് നമുക്ക് ജീവനുണ്ടാകാൻ വേണ്ടിയാണ്, വെറുതെ ജീവനുണ്ടാകാനല്ല, അത് സമൃദ്ധമായി ഉണ്ടാകാൻ വേണ്ടിയാണ്. മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന വാഗ്ദാനം നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. 15-ാം പുറപ്പാട് 15:26, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കണം, അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് നീ പ്രവർത്തിക്കണം. ഒരു തീക്ഷ്ണതയെക്കുറിച്ച് പറയുന്നത് ഈ വചനത്തിൽ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടുകൂടി കേൾക്കണം, ദൈവത്തിൻ്റെ ദൃഷ്ടിയുടെ മുൻപിൽ നാം വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കണം, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കണം, അവിടുത്തെ ചട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. ഈ കാര്യങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ, വചനം പറയുകയാണ്, ഈജിപ്തുകാരുടെ മേൽ വന്നു പതിച്ച ബന്ധനങ്ങൾ, ഈജിപ്തുമാരുടെ മേൽ വന്നു പതിച്ച മഹാമാരികൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. അതായത് നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ കോട്ട കെട്ടി സംരക്ഷിക്കപ്പെടും. അപ്പം ഈജിപ്തുകാരുടെ മേൽ പതിച്ച മഹാമാരികളൊന്നും നിന്റെ ജീവിതത്തിൽ വരികയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ, അതാണ് തീഷ്ണതയോടെ പ്രാർത്ഥിച്ച മോശയ്ക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയൊരു വാഗ്ദാനമാണ്. നിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. നിന്റെ ജീവിതത്തെ ശുദ്ധിയുള്ളതാക്കുന്നതാണ് നിന്റെ ദൈവം. മോശ തൻ്റെ ജീവിത പ്രതിസന്ധിയിൽ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയപ്പോൾ ദൈവം അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നു. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നാനാ ദിക്കുകളിൽ നിന്ന് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ കുടുംബങ്ങളെ തകർക്കാനായിട്ട് വരുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തിട്ടുള്ളതുപോലെ കരങ്ങൾ തിരുഹൃദയത്തിൻ്റെ മേൽ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസവും ധൈര്യവുമാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. സങ്കീർത്തനം 35:5, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ എന്നതിനർത്ഥം തീഷ്ണതയോടെ ദൈവത്തെ നോക്കുക. അപ്പോൾ നാം പ്രകാശമുള്ളവരായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അത്ഭുതങ്ങളുടെ ദൈവമേ, അടയാളങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് ഇറങ്ങി വരണമേ. ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ഇരുളും ഇരുട്ടും അങ്ങിൽ അഭയം തേടുമ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളുടെ ഡോക്ടർ എന്ന് ഞങ്ങൾ തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഈ വചന ശുശ്രൂഷയെ പങ്കെടുത്ത നിങ്ങളേവരെയും സർവശക്തനായ ദൈവം എല്ലാവിധ രോഗങ്ങളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ആമേൻ.